ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ വീടിൻ്റെ താഴെയുള്ള ഒരു തോട് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കായാലും ചേട്ടനായാലും ഓൺ വോയിസ് വീഡിയോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഭയങ്കര ഹാർഡാണ് എൻ്റെ സൗണ്ട്. അപ്പോൾ അത്രയും എൻ്റർടൈനിങ് ആയിട്ട് ആർക്കും കേട്ടുകൊണ്ടിരിക്കാൻ അത്ര സുഖമുള്ള വോയിസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത്. ചേട്ടനെന്ന് പറഞ്ഞാൽ സമയമില്ലായിരുന്നു. ചേട്ടനും അതുപോലെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു മടിയായിരുന്നു. ചേട്ടനും അങ്ങനെ എടുക്കാൻ നിന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാണ്ട് കൂടുതലും പാട്ടൊക്കെ ഇട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ കുറേ വീഡിയോസായി നമ്മളിങ്ങനെ പാട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ കുറ്റം പറയണവരായാലും കളിയാക്കണവരായാലും ഒരു സൈഡിൽ ഇരുന്ന് പറഞ്ഞോളും, നമ്മുടെ പ്രവൃത്തി ചെയ്താൽ മതി. കാരണം എനിക്കിപ്പോൾ എൻ്റെ സൗണ്ട് ഹാർഡായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആണുങ്ങളെ പോലത്തെ വോയിസാണ്, ഇതിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിരിക്കും നിങ്ങൾക്ക് നേരിട്ടൊക്കെ കേൾക്കുമ്പം. അപ്പോൾ അങ്ങനത്തെ വോയിസാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേയൊക്കെ കേട്ടിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പം അതിൻ്റെ ഒരു അതാണ് എന്നെ പുറകിലോട്ട് വലിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ആയാലും നമ്മൾ തന്നെ എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ ചേട്ടന് പറ്റിയില്ല, ചേട്ടന് സമയം കിട്ടിയില്ല ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്താൽ ഈ വീഡിയോ ഒത്തിരി നാൾ നീണ്ടു പോകും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ള രീതിയിലെത്തിയത്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് അറിയിക്കണം, നമ്മളെ ഫാമിലി ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രിഫേസ് പോലെ പറഞ്ഞത്. അപ്പം നമ്മളെ വീഡിയോയിലോട്ട് വരാൻ ഞാനിപ്പം ആക്ച്വലി ഒരുപാട് സമയം എൻ്റെ കാര്യം പറഞ്ഞു തന്നെ സമയം പോയി. അപ്പം നമ്മൾ തോട് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. ചേട്ടനും സാദിലുമാണ് തോട്ടിലോട്ട് ഇറങ്ങിയത്. ഞാനവിടെ ജസ്റ്റ് ഇരുന്നതേ ഉള്ളൂ. വിവേക് പിന്നെ ലാസ്റ്റേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. വിവേക് ഓൾറെഡി കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ തോട് വൃത്തിയാക്കാൻ പോകണം പാന്ന് പറഞ്ഞപ്പോൾ വിവേക് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ശരി വിളിച്ചെടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അവസാനം ചേട്ടനും സാദിയും കൂടെ ചേട്ടൻ ആ സൈഡിൽ പോയി അവിടെ ഉണ്ടായിരുന്ന കമ്പും പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം എടുത്ത് ഒതുക്കി ഇങ്ങോട്ടിട്ട്. അപ്പോൾ സാദി കുപ്പിയെല്ലാം പറക്കി നമ്മളെ സൈഡിലോട്ട് വെച്ച്. കമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം എന്തെന്ന് വെച്ചാൽ, കമ്പ് വിറകൊക്കെ കിട്ടിയാൽ നമ്മളതിനെടുത്ത് വയ്ക്കും. കുറേയൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഉണക്കിയിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റും. പിന്നെ കുറേ തീരെ ചെറുതൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഒഴുകി പൊയ്ക്കോളും. കരിയിലേക്കാണെങ്കിലും നമ്മളിങ്ങനെ എടുത്ത് വിട്ടു കൊടുത്താൽ അത് ഒഴുകി പൊയ്ക്കോളും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കാടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ കാടൊക്കെ ചേട്ടന് നിന്ന് വെട്ടി. നമുക്ക് അത്രയും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത് നല്ല മേലോട്ടൊക്കെ നല്ല കാടാണ്. അപ്പോൾ അത്രയും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു സ്ഥലത്തുള്ള അത്രയും കാര്യങ്ങൾ മാത്രം വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊരു 7 ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തു നിന്ന് വന്ന് ഇറങ്ങിയിട്ട് താഴോട്ടാണ് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്. അപ്പോൾ ഈ മേളിൽ നിന്ന് വന്ന് ഇറങ്ങുന്നതൊക്കെ വലിയ കമ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു വന്ന് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും, താഴോട്ട് പോവില്ല. അപ്പം വലിയ കമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റും. നമുക്ക് യൂസ്ഫുള്ളായി, നമുക്ക് വലിയ മുളയുടെ കമ്പൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒഴുക്കിലൂടെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സാദിലും കൂടെ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ സാദിലിന് വെള്ളത്തിൽ കളിക്കാൻ ഒരു ചാൻസാണ്. അപ്പം നമ്മളൊന്നും പറയില്ല, കാരണം അവ സിറ്റിയിലാണ് താമസിക്കണത്. അപ്പോൾ എൻ്റെ കസിനാണ് സാദിൽ. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കണതൊക്കെ പറ്റുമോ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അങ്ങ് വിട്ടേക്കും, പാവല്ലേ കളിച്ചോട്ടെന്ന് വിചാരിക്കും. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ചേട്ടൻ പിന്നെ വെള്ളം അവിടെ നിന്ന് തന്നെ കോരിയെടുത്ത് അങ്ങോട്ടൊക്കെ ഒഴിച്ചു, കാരണം അവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഫോഴ്സിലങ്ങ് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ചിട്ട് നമ്മൾ കളർ പൗഡർ മേടിച്ചിരുന്നു. ഇങ്ങനെ അത്തപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണത്. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ കുപ്പിയിൽ പൊടിയിൽ കലക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളങ്ങനെ ഒരു 10 കളറോളം നമുക്ക് ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കളറൊക്കെ ഒരുവിധം 8 കളറോ അങ്ങനെ എങ്ങോട്ടും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബാക്കി സെയിം കളർ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് ആ ഒഴുക്കിൽ നിന്ന് കിട്ടിയ കുപ്പിയിൽ തന്നെയാണ് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഈ കളർ പൊടി ഇട്ട് റെഡിയാക്കിയത്. എന്നിട്ട് അതിനെ ഒരു കയറിൽ
ഇങ്ങനെ കെട്ടിയെടുത്തു. കയറ് കെട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ ഒരു കയറിൻ്റെ രണ്ടറ്റത്ത് 2 കുപ്പി എന്ന രീതിയിൽ നമ്മളതിനെ കെട്ടിയെടുത്തിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ഇത് അവിടെ വൃത്തിയാക്കിയ മരം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ തോട്ടിൻ്റെ മേളിലോട്ട് ചാഞ്ഞിരിക്കുന്ന ആ മരത്തിൽ കെട്ടി തൂക്കിയിടാം, അപ്പം നല്ല കളർഫുള്ളായിട്ട് കിടക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ എങ്ങനെ കെട്ടണം എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കെട്ടണം എന്ന് അവിടെ എങ്ങനെയെങ്കിലും കെട്ടിയിടണം എന്നുള്ളത്, നമുക്ക് ഏണിയൊന്നും വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിലായതുകൊണ്ട് ഏണിയൊന്നും വെച്ച് ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമ്മളൊരു 10-12 മേളിൽ കുപ്പിയോളം നമ്മളങ്ങനെ റെഡിയാക്കി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനാണെങ്കിൽ അവിടെ ആ കല്ലിൻ്റെ മണ്ടയിൽ നിന്ന് കെട്ടാൻ പറ്റണതിനെയൊക്കെ അവിടെ നിന്ന് കെട്ടി. പിന്നെ അതിന് ശേഷം ഉള്ളതിനെയൊക്കെ സാദീന ചേട്ടൻ തലയുടെ മണ്ടയിൽ എടുത്ത് വെച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. സാദീന തോളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കെട്ടാൻ നോക്കിയായിരുന്നു. പക്ഷേ അവൻ്റെ പൊക്കത്തിന് അവിടെ എത്തൂലായിരുന്നു. പിന്നെ അവസാനം ഇതിൽ ഇടയ്ക്ക് എടുക്കാൻ പറ്റാണ്ട് പോയിരുന്നെന്ന് വെച്ചാൽ ഒരു 5-6 കുപ്പിയോളം ചേട്ടനും കെട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ വിവേകിൻ്റെ മണ്ടയിൽ ചേട്ടൻ കയറി നിന്നിട്ടാണ് അത് കെട്ടിയത്. പക്ഷെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ആ സമയത്തേക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. പിന്നെ അതിന് ശേഷം സ്റ്റോറേജ് ഉണ്ടാക്കിയതിന് ശേഷമാണ്, എന്നുവെച്ചാൽ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി കെട്ടാനൊക്കെ തുടങ്ങിയത്. അപ്പോഴേക്കും തന്നെ സന്ധ്യയായി. പിന്നെ അതിനുശേഷം ഉള്ളതൊക്കെ ഇങ്ങനെ എറിഞ്ഞ് നോക്കി. നമ്മൾ താഴെ നിന്ന് 2 സൈഡും കയറ് കെട്ടി മേളോട്ട് എറിഞ്ഞപ്പോൾ കുറേയൊക്കെ ആ കമ്പിൽ കൊളുത്തി അങ്ങനെ കിടന്നു. പിന്നെ ചേട്ടൻ കുറേ വിവേകിനെ മേളിൽ കയറി 5-6 കെട്ടി. അങ്ങനെയൊക്കെ ആയപ്പം ഒരുവിധം സെറ്റായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല രാത്രിയായി. നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞായിരുന്നു ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അതിൽ അത്രയും ഇരുട്ടായതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചേട്ടൻ രാവിലെ പോയിട്ട് വീണ്ടും ഒരു വീഡിയോ എടുത്തായിരുന്നു നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വീഡിയോ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നണത്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് രാത്രി ആ സന്ധ്യ സമയത്ത് അത് കാണാനായിരുന്നു കുറച്ചുകൂടെ എനിക്കിഷ്ടപ്പെട്ടത്. രാവിലെ ആയാലും നല്ലതായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി, അവിടെ നല്ല ക്ലീനായി കിട്ടിയപ്പോൾ കാണാനും നല്ല ഭംഗിയായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണേ.